ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, കറക്റ്റായിട്ട് എങ്ങനെ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനമായിട്ട് വരെ കാണുക. ഇപ്പോൾ ഈ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ച അതേ വെബ്സൈറ്റിൽ തന്നെയാണ് നമ്മൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, പോളിടെക്നിക് കോളേജ് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ ജില്ലാതല കൗൺസിലിംഗ് നടക്കുന്നത് ജൂലൈ 15 മുതൽ ജൂലൈ 21 വരെയാണ്. അപ്പോൾ ഒരു നോഡൽ പോളിടെക്നിക് വെച്ചിട്ടാണ് ഈ കൗൺസിലിംഗ് നടക്കുന്നത്, അത് ഞാൻ പറയാം. അതിനുശേഷം ജില്ലാതല കൗൺസിലിംഗ് രജിസ്ട്രേഷൻ്റെ സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ 11 മുതൽ 14 വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. നിങ്ങളുടെ മൊബൈലിൽ കൂടെ തന്നെ ഈ രജിസ്ട്രേഷൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ജില്ലയിലെ കോളേജുകളിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ സ്പോട്ട് അഡ്മിഷൻ തീരുമാനം എടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ജില്ലയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയോ, നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ജില്ലയിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 3 ജില്ല വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇടുക്കി, വയനാടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരേ സമയത്താണ് ഈ കൗൺസിലിംഗ് വരുന്നതെങ്കിൽ ഒരു ജില്ലയിൽ നിങ്ങൾക്കും മറ്റൊരു ജില്ലയിൽ നിങ്ങളുടെ രക്ഷിതാവിന് പ്രോക്സി ആയിട്ട് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വേക്കൻസി പൊസിഷൻ ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഒരു വേക്കൻസി പൊസിഷൻ കൊടുക്കുക. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയാണ് സെലക്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ല സെലക്ട് ചെയ്തിട്ട് ആ ഒരു ജില്ലയിലുള്ള കോളേജുകളിലെ വേക്കൻസി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടി തിരുവനന്തപുരം ജില്ല സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചിൽ അവിടെ വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കോളേജിൽ അവിടെ വേക്കൻസി ഉണ്ടോ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ മറ്റൊരു ജില്ല കൊടുക്കുന്നുണ്ട്, ആ ജില്ലയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിലും ആഗ്രഹിക്കുന്ന ബ്രാഞ്ചും വേക്കൻസി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്രാഞ്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ EL, CTE എന്നൊക്കെയുള്ള കോഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അത് അറിയാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ വരുക. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം ആൻഡ് കോഡ് എന്നുണ്ട്. നിങ്ങൾ ആ ഒരു പ്രോഗ്രാം ആൻഡ് കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ചിനാണ് വേക്കൻസി ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തു. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എൻ്റെ ഫോണിൽ കൂടെ തന്നെയാണ്. നിങ്ങളുടെ ഫോണിൽ കൂടെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ ബ്രാഞ്ചിനും കോഡ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കോഡ് വെച്ച് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൗൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത സമയത്തെ നമ്പർ, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് കൊടുത്ത മൊബൈൽ നമ്പർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് ജില്ലയിലാണ് നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് പോകാൻ ഉദ്ദേശിക്കുന്ന ആ ജില്ല സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ആ ഒരു സ്ലിപ്പിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിൽ എന്തൊക്കെ നിർദ്ദേശം എന്ന് വെച്ചാൽ, സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുവാൻ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിരിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ ഫീസും സഹിതം അതാത് നോഡൽ പോളിടെക്നിക് കോളേജിൽ എത്തേണ്ടതാണ്. തീയതിയും സമയക്രമവും വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് അഡ്മിഷൻ ഷെഡ്യൂൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു തീയതിയും സമയക്രമവും ലഭിക്കും. അതിന് തൊട്ട് താഴെ നിലവിൽ ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ പ്രവേശനം നേടിയവർ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിലോ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നിങ്ങൾക്ക് പ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ നിന്ന് ലഭിച്ച രേഖകളുമായി എത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും കാണത്തില്ല. TCയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ കോളേജിൽ കൊടുത്തിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കോളേജിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ അഡ്മിഷൻ സ്ലിപ്പും നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ പോവേണ്ടത്. നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികൾ ഉണ്ടെങ്കിൽ ആ ഒരു കോപ്പികൾ എടുത്തോളുക. പിന്നെ വേണ്ടത് സ്പോട്ട് അഡ്മിഷൻ എത്തുന്നവർ ഈ ഒരു സ്ലിപ്പും കൂടി കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്ത സ്ലിപ്പ് കൂടെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ജില്ലയിലേക്ക് ഇതുപോലെ രജിസ്ട്രേഷൻ ചെയ്തു. ഇനി ഒരു ജില്ലയിലും കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ല എന്നുള്ളതിന് പകരം അടുത്തത് കൊല്ലം ജില്ലയോ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയോ വേറൊരു ജില്ല സെലക്ട് ചെയ്യുന്നു. ഈ പറയുന്ന പോലെ ഫില്ല് ചെയ്യുന്നു, ഓക്കെ എന്ന് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് രണ്ടാമതൊരു സ്ലിപ്പ് കിട്ടി. അതിനുശേഷം ഒരു ജില്ലയിലും കൂടെ പോകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്നാമതൊരു രജിസ്ട്രേഷനും കൂടി ചെയ്യാം. വേറൊരു ജില്ല കൊടുത്തിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ കോട്ടയം കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ അഡ്മിഷൻ ഷെഡ്യൂൾ വരുമ്പോൾ ഒരേ സമയത്താണ് സ്പോട്ട് അഡ്മിഷൻ എങ്കിൽ നിങ്ങൾക്ക് ഒരു ജില്ലയിലേക്ക് പോകാം, നിങ്ങളുടെ രക്ഷിതാവിന് മറ്റൊരു ജില്ലയിലേക്ക് പ്രോക്സി ഫോം കൊടുത്തു വിടാം. ഇപ്രാവശ്യം പ്രോക്സി ഫോം നിർബന്ധമുണ്ടോ എന്ന് അറിയില്ല. നിങ്ങളുടെ രക്ഷിതാവിന് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പിയുമായിട്ട് ഒരു ജില്ലയിൽ അവർക്കും പോകാവുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഫോണിൽ കൂടെ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം തൊട്ട് താഴെയുള്ളത്, നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ സ്ലിപ്പ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് കൗൺസിലിംഗ് സ്പോട്ട് രജിസ്ട്രേഷൻ എന്നുള്ള ഇവിടെ നിങ്ങളുടെ ആ പറഞ്ഞ ഡീറ്റെയിലും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് യുവർ റാങ്ക്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് കൗൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷെഡ്യൂൾ നോക്കിയിട്ട് വേണം നമ്മൾ കൗൺസിലിങ്ങിന് പോകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോഡൽ പോളിടെക്നിക്കിൻ്റെ ഡീറ്റെയിൽ കാണാം. അതായത് തിരുവനന്തപുരം ജില്ലയിലെ നോഡൽ പോളിടെക്നിക് എന്ന് പറയുന്നത് സെൻട്രൽ പോളിടെക്നിക് കോളേജ് തിരുവനന്തപുരമാണ്. കൊല്ലം ജില്ലയുടെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പുനലൂരാണ്. പത്തനംതിട്ടയുടെ വെണ്ണിക്കുളമാണ്. അങ്ങനെ ഓരോ ജില്ലയിലെയും നോഡൽ പോളിടെക്നിക് കോളേജ് ഏതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകേണ്ടത് ഈ ഒരു കോളേജിലേക്കാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് തിരുവനന്തപുരം ജില്ലയിലെ
അതുപോലെ ഏത് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും പോകേണ്ടത് ഈ ഒരു സെൻട്രൽ പോളിടെക്നിക് കോളേജിലേക്കാണ്. ഓക്കെ, അതുപോലെ മറ്റുള്ള ജില്ലകളിലും നിങ്ങൾ ഏത് പോളിടെക്നിക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതും അതാത് ജില്ലയുടെ ഈ ഒരു നോഡൽ പോളിടെക്നിക്കിലേക്കാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ആർക്കൊക്കെ പങ്കെടുക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും അഡ്മിഷൻ ലഭിക്കാത്തവർക്കും എല്ലാവർക്കും പങ്കെടുക്കാം. നിങ്ങൾക്ക് സ്ഥാപന മാറ്റം, അതായത് കോളേജ് മാറ്റമോ ബ്രാഞ്ച് മാറ്റം, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബ്രാഞ്ച് അല്ലാതെ പുതിയൊരു ബ്രാഞ്ചിലേക്ക് മാറണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കാം. ഇവിടെ ചെയ്യേണ്ടത് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. അത് ചെയ്തിട്ട് ആ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ സ്ലിപ്പും, നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ അഡ്മിഷൻ്റെ സ്ലിപ്പും, അവിടെ അടച്ച ഫീസിൻ്റെ റെസിപ്റ്റും, പിന്നെ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പി ഉണ്ടെങ്കിൽ ആ ഒരു കോപ്പിയുമായിട്ടാണ് നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് പോകേണ്ടത്. ഇനി അടുത്തതായിട്ട് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ, അതായത് ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവരെ നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും റിസർവേഷൻ സർട്ടിഫിക്കറ്റും ഫീസൊക്കെ ആയിട്ട് വേണം നിങ്ങൾ ഈ ഒരു അഡ്മിഷന് പോകേണ്ടത്. അപ്പോൾ അതേപറ്റിയുള്ള ഡീറ്റെയിൽ അഡ്മിഷൻ ഷെഡ്യൂളിലുണ്ടാകും. അപ്പോൾ ഇതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ അഡ്മിഷൻ ഷെഡ്യൂളിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു. അത് ചെക്ക് ചെയ്തതിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം അഡ്മിഷൻ ഷെഡ്യൂൾ വരുമ്പോൾ നമുക്ക് ആ ഒരു ഷെഡ്യൂൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ കൗൺസിലിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അതേപറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ തൊട്ട് പുറകെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.